2 രാജാക്കന്മാർ അധ്യായം 9. ഏലീഷ പ്രവാചകൻ പ്രവാചകഗണത്തിൽ ഒരുവനെ വിളിച്ചു പറഞ്ഞു, അരമുറുക്കി ഒരു പാത്രം തൈലമെടുത്ത് റാമോത്ത് ഗിലെയാദിലേക്ക് പോവുക. അവിടെ എത്തി നിംഷിയുടെ പൗത്രനും യഹോഷാഫാത്തിൻ്റെ പുത്രനുമായ യേഹുവിനെ അന്വേഷിക്കുക. അവനെ ഒറ്റയ്ക്ക് ഉള്ളറയിലേക്ക് വിളിച്ചുകൊണ്ടു പോവുക. അവൻ്റെ തലയിൽ തൈലമൊഴിച്ചുകൊണ്ട് പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേലിൻ്റെ രാജാവായി ഞാൻ നിന്നെ അഭിഷേകം ചെയ്യുന്നു. പിന്നെ അവിടെ നിൽക്കാതെ വാതിൽ തുറന്നു ഓടുക. പ്രവാചകഗണത്തിൽപ്പെട്ട ആ യുവാവ് റാമോത്ത് ഗിലെയാദിലേക്ക് പോയി. അവൻ അവിടെ ചെന്നപ്പോൾ സൈന്യാധിപന്മാർ സഭ കൂടിയിരിക്കുകയായിരുന്നു. അവൻ പറഞ്ഞു, സേനാധിപനെ ഒരു സന്ദേശം അറിയിക്കാനുണ്ട്. യേഹു ചോദിച്ചു, ഞങ്ങളിൽ ആർക്കാണ് സന്ദേശം? അവൻ പറഞ്ഞു, സേനാധിപ, അങ്ങയ്ക്ക് തന്നെ. അവൻ എഴുന്നേറ്റ് വീട്ടിനുള്ളിലേക്ക് കടന്നു. യുവാവ് തൈലം അവൻ്റെ ശിരസിലൊഴിച്ചുകൊണ്ട് പറഞ്ഞു, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ കർത്താവിൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മേൽ രാജാവായി അഭിഷേകം ചെയ്യുന്നു. നീ നിന്റെ യജമാനനായ ആഹാബിൻ്റെ ഭവനത്തെ നശിപ്പിക്കണം. അങ്ങനെ ഞാൻ എൻ്റെ പ്രവാചകന്മാരുടെയും മറ്റു ദാസന്മാരുടെയും രക്തത്തിന് ജസബലിനോട് പ്രതികാരം ചെയ്യും. ആഹാബ് ഗൃഹം നശിക്കും. ആഹാബിൻ്റെ ഭവനത്തിന് ഇസ്രായേലിൽ ഉള്ള സ്വതന്ത്രനോ അടിമയോ ആയ സകല പുരുഷന്മാരെയും ഞാൻ സംഹരിക്കും. ആഹാബിൻ്റെ ഭവനത്തെ നെബാത്തിൻ്റെ പുത്രനായ ജെറോബോവാമിൻ്റെ ഭവനം പോലെയും അഹിയായുടെ പുത്രനായ ബാഷായുടെ ഭവനം പോലെയും ആക്കി തീർക്കും. ജസബലിനെ നായ്ക്കൾ ജസ്രയേലിൻ്റെ അതിർത്തിക്കുള്ളിൽ വെച്ച് ഭക്ഷിക്കും. ആരും അവളെ സംസ്കരിക്കുകയില്ല. അനന്തരം അവൻ വാതിൽ തുറന്ന് ഓടിപ്പോയി. യേഹു തൻ്റെ യജമാനൻ്റെ സേവകന്മാരുടെ അടുത്ത് വന്നപ്പോൾ അവർ ചോദിച്ചു, എന്താണ് വിശേഷം? ആ ഭ്രാന്തൻ എന്തിനാണ് നിന്റെ അടുത്ത് വന്നത്? അവൻ പ്രതിവചിച്ചു, അവനും അവൻ്റെ സംസാര രീതിയും നിങ്ങൾക്ക് പരിചിതമാണല്ലോ. അവർ പറഞ്ഞു, അത് ശരിയല്ല, നീ ഞങ്ങളോട് പറയുക. അപ്പോൾ അവൻ പറഞ്ഞു, ഇസ്രായേലിൻ്റെ രാജാവായി നിന്നെ ഞാൻ അഭിഷേകം ചെയ്യുന്നു എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് അവൻ എന്നോട് പറഞ്ഞു. അവർ തിടുക്കത്തിൽ തങ്ങളുടെ മേലങ്കി പടിയിൽ വിരിച്ചിട്ട് കാഹളം മുഴക്കി വിളംബരം ചെയ്തു, യേഹു രാജാവായിരിക്കുന്നു. നിംഷിയുടെ പൗത്രനും യഹോഷാഫാത്തിൻ്റെ പുത്രനുമായ യേഹു യോറാമിനെതിരെ ഗൂഢാലോചന നടത്തി. സിറിയ രാജാവായ ഹസായേലിനെതിരെ റാമോത്ത് ഗിലെയാദിൽ യോറാം ഇസ്രായേൽ സൈന്യത്തോടൊത്ത് പാളയമടിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ സിറിയ രാജാവായ ഹസായേലുമായുണ്ടായ യുദ്ധത്തിൽ സിറിയക്കാർ ഏൽപ്പിച്ച മുറിവുകൾ സുഖപ്പെടുത്താനായി യോറാം രാജാവ് ജസ്രയേലിലേക്ക് മടങ്ങി വന്നിരുന്നു. യേഹു പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൂടെ ആണെങ്കിൽ നഗരം വിട്ട് ആരും ജസ്രയേലിൽ പോയി വിവരം പറയാതിരിക്കട്ടെ. അനന്തരം യേഹു തേരിൽ കയറി ജസ്രയേലിലേക്ക് പോയി. യോറാം അവിടെ കിടക്കുകയായിരുന്നു. യൂദാ രാജാവായ അഹസ്യ യോറാമിനെ സന്ദർശിക്കാൻ വന്നിരുന്നു. ജസ്രയേൽ ഗോപുരത്തിലെ കാവൽക്കാരൻ യേഹുവും കൂട്ടരും വരുന്നത് കണ്ട്, ഇതാ ഒരു സംഘം എന്ന് പറഞ്ഞു. ഒരു കുതിരക്കാരനെ അയച്ച് സമാധാനപരമായിട്ടാണോ വന്നിരിക്കുന്നത് എന്ന് അവരോട് ചോദിക്കുക എന്ന് യോറാം പറഞ്ഞു. അങ്ങനെ ഒരുവൻ അവരുടെ അടുത്തേക്ക് കുതിരപ്പുറത്ത് പുറപ്പെട്ടു. അവൻ പറഞ്ഞു, സമാധാനത്തിലാണോ വന്നിരിക്കുന്നത് എന്ന് രാജാവ് അന്വേഷിക്കുന്നു. യേഹു പറഞ്ഞു, സമാധാനവുമായി നിനക്കെന്ത് ബന്ധം? എൻ്റെ പിന്നാലെ വരിക. കാവൽക്കാരൻ യോറാമിനോട് പറഞ്ഞു, ദൂതൻ അവരുടെ സമീപമെത്തി, എന്നാൽ മടങ്ങി വരുന്നില്ല. രണ്ടാമതും ഒരു കുതിരക്കാരനെ അയച്ചു. അവനും ചെന്ന് പറഞ്ഞു, സമാധാനത്തിലാണോ വന്നിരിക്കുന്നത് എന്ന് രാജാവ് അന്വേഷിക്കുന്നു. യേഹു മറുപടി പറഞ്ഞു, സമാധാനവുമായി നിനക്കെന്ത് ബന്ധം? എൻ്റെ പിന്നാലെ വരിക. കാവൽക്കാരൻ വീണ്ടും അറിയിച്ചു. അവൻ അവിടെ എത്തി, എന്നാൽ മടങ്ങുന്നില്ല. നിംഷിയുടെ മകനായ യേഹുവിനെ പോലെ ഉഗ്രതയോടെയാണ് അവൻ രഥമോടിക്കുന്നത്. രഥമൊരുക്കാൻ യോറാം പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. ഉടനെ ഇസ്രായേൽ രാജാവായ യോറാമും യൂദാ രാജാവായ അഹസ്യായും
തങ്ങളുടെ രഥങ്ങളിൽ കയറി യേഹുവിനെ കാണാൻ പുറപ്പെട്ടു. ജസ്രയേൽക്കാരനായ നാബോത്തിന്റെ സ്ഥലത്ത് വെച്ച് അവനെ കണ്ടുമുട്ടി. യോറാം, നീ സമാധാനത്തിലാണോ വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, നിന്റെ അമ്മ ജസബലിൻ്റെ വിഗ്രഹാരാധനയും ആഭിചാരവും ഇത്രയധികമായിരിക്കെ എങ്ങനെ സമാധാനമുണ്ടാകും? യോറാം കുതിരയെ തിരിച്ച്, അഹസ്യ, ഇതാ രാജദ്രോഹമെന്ന് പറഞ്ഞുകൊണ്ട് പലായനം ചെയ്തു. യേഹു യോറാമിനെ സർവശക്തിയോടും കൂടെ വില്ല് വലിച്ച് എയ്തു. അസ്ത്രം അവൻ്റെ തോളുകളുടെ മധ്യേ തുളച്ചു കയറി ഹൃദയം ഭേദിച്ചു. അവൻ തേരിൽ വീണു. യേഹു തൻ്റെ അംഗരക്ഷകൻ ബിദ്കാറിനോട് പറഞ്ഞു, അവനെ എടുത്തുകൊണ്ടുപോയി ജസ്രയേൽക്കാരനായ നാബോത്തിൻ്റെ ഭൂമിയിൽ എറിയുക. ഞാനും നീയും ഇരുവശങ്ങളിലും ആഹാബ് പിന്നിലുമായി സവാരി ചെയ്യുമ്പോൾ കർത്താവ് അവനെതിരെ അരുളി ചെയ്ത വചനം നീ ഓർക്കുക. കർത്താവ് അരുളി ചെയ്യുന്നു, ഇന്നലെ ഞാൻ കണ്ട നാബോത്തിൻ്റെയും അവൻ്റെ പുത്രന്മാരുടെയും രക്തമാണ്, ഇവിടെ വെച്ച് തന്നെ ഞാൻ നിന്നോട് പ്രതികാരം ചെയ്യും. അതിനാൽ കർത്താവിൻ്റെ വാക്കനുസരിച്ച് അവനെ എടുത്തുകൊണ്ടുപോയി അവിടെ എറിയുക. യൂദാ രാജാവായ അഹസ്യ ഇത് കണ്ട് ബേത്ത്ഹഹാൻ ലക്ഷ്യമാക്കി ഓടി. യേഹു പിന്തുടർന്നു അവനെയും എയ്തു കൊല്ലുക എന്ന് പറഞ്ഞു. തേരോടിച്ചു പോകുന്ന അവനെ ഇബ്ലയാമിന് സമീപമുള്ള ഗൂർ കയറ്റത്തിൽ വെച്ച് അവർ എയ്തു. അവൻ മെഗിദോയിലേക്ക് പലായനം ചെയ്തു, അവിടെ വെച്ച് മരിച്ചു. ഫ്രിത്യൻ അവനെ തേരിൽ കിടത്തി ദാവീദിന്റെ നഗരമായ ജെറുസലമിൽ കൊണ്ടുവന്ന് പിതാക്കന്മാരുടെ ശവകുടീരത്തിൽ അടക്കി. ആഹാബിന്റെ മകനായ യോറാമിന്റെ 11-ാം ഭരണവർഷം അഹസ്യ യൂദായിൽ ഭരണമേറ്റു. യേഹു ജസ്രയേലിലെത്തിയെന്ന് ജസബൽ കേട്ടു. അവൾ കണ്ണെഴുതി മുടിയലങ്കരിച്ച് കിളിവാതിലിലൂടെ പുറത്തേക്ക് നോക്കി. യേഹു പടി കടന്നപ്പോൾ അവൾ ചോദിച്ചു, യജമാന ഘാതക സിമ്രി, നീ സമാധാനത്തിലോ വന്നിരിക്കുന്നത്? അവൻ കിളിവാതിലിലേക്ക് മുഖമുയർത്തി ചോദിച്ചു, ആരാണ് എൻ്റെ പക്ഷത്തുള്ളത്? 2-3 അന്തഃപുര സേവകന്മാർ അവനെ നോക്കി. അവൻ പറഞ്ഞു, അവളെ താഴേക്കെറിയുക. അവർ അങ്ങനെ ചെയ്തു. അവളുടെ രക്തം ചുവരിന്മേലും കുതിരപ്പുറത്തും ചിതറി. കുതിരകൾ അവളെ ചവിട്ടിത്തേച്ചു. യേഹു അകത്ത് കടന്ന് ഭക്ഷിച്ചു പാനം ചെയ്തു. പിന്നെ അവൻ പറഞ്ഞു, ഇനി ശപിക്കപ്പെട്ട ആ സ്ത്രീയുടെ കാര്യം നോക്കാം. അവളെ അടക്കം ചെയ്യണം. അവൾ രാജപുത്രിയാണല്ലോ. സംസ്കരിക്കാൻ ചെന്നപ്പോൾ അവളുടെ തലയോടും പാദങ്ങളും കൈപ്പത്തികളും അല്ലാതെ അവർ ഒന്നും കണ്ടില്ല. അവർ മടങ്ങി വന്ന് വിവരമറിയിച്ചപ്പോൾ അവൻ പറഞ്ഞു, തൻ്റെ ദാസൻ തിപ്ഷനായ ഏലിയായിലൂടെ കർത്താവ് അരുളി ചെയ്ത വചനം ഇതാണ്: ജസ്രയേലിൻ്റെ അതിർത്തിക്കുള്ളിൽ വെച്ച് ജസബലിൻ്റെ മാംസം നായ്ക്കൾ ഭക്ഷിക്കും. ജസബലിൻ്റെ ജഡം തിരിച്ചറിയാനാവാത്ത വിധം ജസ്രയേലിലെ വയലിൽ ചാണകം പോലെ കിടക്കും. ഇതാണ് ജസബൽ. Chapter 9. The prophet Elisha called one of the guild prophets and said to him, Gird your loins, take this flask of oil with you, and go to Ramoth-Gilead. When you get there, look for Jehu, son of Jehoshaphat, son of Nimshi. Enter and take him away from his companions into an inner chamber. From the flask you have, pour oil on his head and say, Thus says the Lord, I anoint you king over Israel. Then open the door and flee without delay. The young man, the guild prophet, went to Ramoth-Gilead. When he arrived, the commanders of the army were in session. I have a message for you, commander, he said. For which one of us? Asked Jehu. For you, commander, he answered. Jehu got up and went into the house. Then the young man poured the oil on his head and said, Thus says the Lord, the God of Israel, I anoint you king over the people of the Lord, over Israel. You shall destroy the house of Ahab your master. Thus will I avenge the blood of my servants the prophets, and the blood of all the other servants of the Lord shed by Jezebel, and by all the rest of the family of Ahab. I will cut off every male in Ahab's line, whether slave or free man in Israel. I will deal with the house of Ahab as I dealt with the house of Jeroboam, son of Nebat, and with the house of Baasha, son of Ahijah.
Dogs shall devour Jezebel at the confines of Jezreel, so that no one can bury her. Then he opened the door and fled. When Jehu rejoined his master's servants, they asked him, Is all well? Why did that madman come to you? You know that kind of man and his talk, he replied. But they said, Not at all. Come, tell us. So he told them what the young man had said to him, and finally, Thus says the Lord, I anoint you king over Israel. At once each took his garment, spread it under Jehu on the bare steps, blew the trumpet, and cried out, Jehu is king. Thus Jehu, son of Jehoshaphat, son of Nimshi, formed a conspiracy against Joram. Joram, with all Israel, had been besieging Ramoth-Gilead against Hazael, king of Aram, but had returned to Jezreel to be healed of the wounds the Arameans had inflicted on him in the battle against Hazael, king of Aram. If you are truly with me, Jehu said, see that no one escapes from the city to report in Jezreel. Then Jehu mounted his chariot and drove to Jezreel, where Joram lay ill, and Ahaziah, king of Judah, had come to visit him. The watchman standing on the tower in Jezreel saw the troop of Jehu coming and reported, I see chariots. Get a driver, Joram said, and send him to meet them and to ask whether all is well. So a driver went out to meet him and said, The king asks whether all is well. What does it matter to you how things are? Jehu said, Get behind me. The watchman reported to the king, The messenger has reached them, but is not returning. Joram sent a second driver, who went to them and said, The king asks whether all is well. What does it matter to you how things are? Jehu replied, Get behind me. The watchman reported, The messenger has reached them, but is not returning. The driving is like that of Jehu, son of Nimshi, in its fury. Prepare my chariot, said Joram. When they had done so, Joram, king of Israel, and Ahaziah, king of Judah, set out, each in his own chariot, to meet Jehu. They reached him near the field of Naboth the Jezreelite. When Joram recognized Jehu, he asked, Is all well, Jehu? How can all be well, Jehu replied, as long as the many fornications and witchcrafts of your mother Jezebel continue? Joram reined about and fled, crying to Ahaziah, Treason, Ahaziah! But Jehu drew his bow and shot Joram between the shoulders, so that the arrow went through his heart, and he collapsed in his chariot. Then Jehu said to his adjutant Bidkar, Take him and throw him into the field of Naboth the Jezreelite. For I remember that when we were driving teams behind his father Ahab, the Lord delivered this oracle against him. As surely as I saw yesterday the blood of Naboth and the blood of his sons, says the Lord, I will repay you for it in that very plot of ground, says the Lord. So now take him into this plot of ground, in keeping with the word of the Lord. Seeing what was happening, Ahaziah, king of Judah, fled toward Beth-Hagan. Jehu pursued him, shouting, Kill him too! And they pierced him as he rode through the pass of Gur near Ibleam. He continued his flight as far as Megiddo and died there. His servants brought him in a chariot to Jerusalem and buried him in the tomb of his ancestors in the city of David. Ahaziah had become king of Judah in the 11th year of Joram, son of Ahab. When Jezebel learned that Jehu had arrived in Jezreel, she shadowed her eyes, adorned her hair, and looked down from her window. As Jehu came through the gate, she cried out, Is all well, Zimri, murderer of your master? Jehu looked up to the window and shouted, Who is on my side? Anyone? At this 2 or 3 eunuchs looked down toward him. Throw her down, he ordered. They threw her down, and some of her blood spurted against the wall and against the horses. Jehu rode in over her body, and after eating and drinking he said, Attend to that accursed woman and bury her. After all, she was a king's daughter. But when they went to bury her, they found nothing of her but the skull, the feet, and the hands. They returned to Jehu, and when they told him, he said, This is the sentence which the Lord pronounced through his servant Elijah the Tishbite. In the confines of Jezreel, dogs shall eat the flesh of Jezebel. The corpse of Jezebel shall be like dung in the field in the confines of Jezreel, so that no one can say, This was Jezebel.